ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ സ്വാദേറിയ ഒരു മില്ലറ്റ് ഉപ്പുമാവാണിത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ കടന്നു വന്ന ജീവിതശൈലി രോഗങ്ങളെയൊക്കെ ഒരുവിധം നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് മില്ലറ്റ് എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അരിയേക്കാളും ഗോതമ്പിനേക്കാളുമൊക്കെ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഈ മില്ലറ്റുകൾക്കെന്നാണ് പറയപ്പെടുന്നത്. ലിറ്റിൽ മില്ലറ്റ്, തിന, ചാമയരി, പുല്ലരി എന്നൊക്കെ പറയുന്ന മില്ലറ്റാണിത്. ഇതുകൊണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഈ മില്ലറ്റുകളെല്ലാം വേകാനായിട്ട് കൂടുതൽ സമയം വേണം. അതുകൊണ്ട് ഇത് കുതിർത്തിട്ടുണ്ടാക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ഇത് റെഡിയാക്കാൻ പറ്റും. ഈ മില്ലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. രാത്രി ഇപ്പോൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കാം. ഇങ്ങനെ കുതിർത്തില്ലെങ്കിലും ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ കൂടുതൽ സമയം വേകാനായിട്ട് വേണ്ടി വരും. ഞാനിപ്പോൾ കുക്കറിലാണ് വേവിക്കുന്നത്. 2 വിസിൽ മതി. 1 കപ്പ് മില്ലറ്റിന് 1 കപ്പ് വെള്ളം മതിയാകും. ഇപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1/2 കപ്പ് നേരത്തെ മില്ലറ്റിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കുക്കർ അടച്ച് 2 വിസിൽ കേൾപ്പിക്കാം. മില്ലറ്റിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് കുറച്ച് രുചി കൂട്ടാനായിട്ട് നമ്മൾക്ക് അതിലെന്തെങ്കിലുമൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിൽ ക്യാബേജും ക്യാപ്സിക്കവും ക്യാരറ്റും ഓണിയനും ചേർക്കുകയാണ്. ഇതിന് പകരമായിട്ട് ബീൻസ്, ഗ്രീൻ പീസ്, കടല വേവിച്ചത് ഒക്കെ ചേർത്ത് ഈ ഉപ്പുമാവ് തയ്യാറാക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ അല്പം ഇഞ്ചിയും പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർക്കാം. അതുപോലെ എൻ്റെ കയ്യിൽ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടായിരുന്നു, അതുകൂടി ചേർക്കാം. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കാം. 2 വിസിലിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് വച്ചേക്കുകയായിരുന്നു. കുക്കർ തണുത്തതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിരുന്നു. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് അതിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ്ക്ക് പകരമായിട്ട് ഏത് കുക്കിംഗ് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് 2 ടീസ്പൂൺ ഒഴിക്കാം. ഇതിൽ ഒരു വറ്റൽമുളക് പൊട്ടിച്ചിടാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഇതിൽ 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിയ ശേഷം ഇതിൽ 2 ടേബിൾ സ്പൂൺ വറുത്ത കപ്പലണ്ടി ചേർക്കാം. കപ്പലണ്ടിക്ക് പകരമായിട്ട് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കുന്നതും കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ കുറച്ച് ഗ്രീൻ പീസ് ചേർക്കാം. 1 മിനിറ്റ് ഒന്ന് വാടിയ ശേഷം ഇതിൽ കറിവേപ്പില ചേർക്കാം. ഇനി ഇതിൽ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും സവാളയും കൂടി ചേർക്കാം. സവാളയ്ക്ക് പകരമായിട്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വാടിയതിന് ശേഷം ക്യാപ്സിക്കവും ക്യാരറ്റും ക്യാബേജും ചേർക്കാം. 1-2 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് അല്പം വേകാനായിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. ഇതിൽ ചേർത്ത പച്ചക്കറികളൊക്കെ റോ ആയിട്ട് തന്നെ കഴിക്കാൻ പറ്റിയതാണ്. പക്ഷേ കുറച്ച് ഡൈജഷനൊക്കെ പ്രശ്നമുള്ള ആൾക്കാർ അല്പം വേവിച്ച് കഴിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിൽ വേവിച്ച് വെച്ച മില്ലറ്റ് ചേർക്കാം. ഇതിന് മുമ്പൊക്കെ സാധാരണയായിട്ട് പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെയാണ് ഇത് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ ധാരാളമായിട്ട് ഉപയോഗിച്ച് തുടങ്ങി. ആയതിനാൽ ഇതിപ്പോൾ കുറച്ച് വിലപിടിപ്പുള്ള ഒരു ധാന്യമാണ്. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഒരല്പം വെള്ളം തളിച്ച് കൊടുക്കാം. ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയായിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കും, ഡ്രൈ ആവുകയില്ല. കുറച്ച് തണുത്താലും ഇത് ഇതുപോലെ തന്നെ സോഫ്റ്റായിട്ടിരിക്കും. ഇത് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് ആവശ്യാനുസരണം തേങ്ങ ചേർക്കാം. തേങ്ങയൊക്കെ ചേർക്കുമ്പോഴാണല്ലോ ഉപ്പുമാവിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. തേങ്ങ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അത് വേണ്ട. ആവശ്യത്തിനുള്ള മല്ലിയില കൂടി ചേർക്കാം. ഇത്തരം മില്ലറ്റ് കഴിക്കുന്നതിലൂടെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, BP, കൊളസ്ട്രോൾ എന്നിവയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ മില്ലറ്റ് വാങ്ങിയിട്ട് ഇതുപോലെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.